ഗൈസ്, ഈ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാത്തിരുന്ന് കിട്ടിയ ഒരു മുതലിനാണ് കേട്ടോ. ചൂണ്ടയിട്ടൊരു വാഴയില പിടിക്കുന്നത് ഇതുവരെ ആരും കണ്ടു കാണത്തില്ലല്ലേ. എന്നാൽ സത്യത്തിൽ നമ്മൾ ഈ ത്രില്ലോടെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരു വാഴയിലയല്ല. ഇന്ന് നമ്മൾ ഹണ്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയ ദിവസമാണ്. ആറിന്റെ മറുകരയിൽ ഒരു ബ്രാലിനെ സ്പോട്ട് ചെയ്ത് ഒരു ഒറ്റവെടി ഡാർട്ട് മീനിന്റെ പുറത്തു കൂടി കയറി മറു സൈഡിലേക്ക് പോയിരിക്കുവാണ്. അടികൊണ്ട വെപ്രാളത്തിൽ ആശാനാണെങ്കിൽ ബ്രൈഡ് മൊത്തം ഈ വാഴയിലയിൽ കൊണ്ട് കുരുക്കി കയറ്റി കേട്ടോ. ഈ ഒരു കാരണം കൊണ്ടാണ് ഇത്രയും ത്രില്ലോടെ മീനിനെ ഉൾപ്പെടെ വാഴയില വലിച്ച് കരയിൽ കയറ്റിയത്. ചെകിളയ്ക്ക് അടികെട്ടിയത് കൊണ്ട് തന്നെ അധികം വൈകാതെ ആശാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ബഹളവും കുന്തളിപ്പും മറ്റൊന്നുമല്ല, നമ്മുടെ രണ്ടാമത്തെ മീനിന് അടി കിട്ടിയിരിക്കുവാണ്. നല്ല സൈസ് ഉള്ള ടിലോപ്പി ആയതുകൊണ്ട് അവൻ അവന്റെ മാക്സിമം തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു. കുറച്ചു നേരത്തെ ഫൈറ്റിന് ശേഷം നമ്മൾ അവനെ നൈസ് എണിഞ്ഞ് തൂക്കിയെടുത്ത് കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഹെഡ് ഷോട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ അടി കൊണ്ട ശേഷം ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ് ആണ് ഇവൻ നമുക്ക് സമ്മാനിച്ചത് കേട്ടോ. നമ്മുടെ ഫിഷിംഗ് ഗൺ വെച്ചുള്ള പരിപാടിയിൽ ഏറ്റവും കൂടുതലായി വേണ്ടത് പേഷ്യൻസും സൈലൻസും ആണ്. അനക്കമൊന്നും ഇല്ലാന്ന് കാണുമ്പോൾ പല ടൈപ്പ് മീനുകൾ വെള്ളത്തിന് മീതെ പൊങ്ങി വന്നിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ വലിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു കണമ്പിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കണമ്പിനെയാണ്. സത്യത്തിൽ അടി എന്ന് പറഞ്ഞാൽ തോക്കം കൊണ്ടിറങ്ങി നമ്മളെന്ന് മീനുകളെയൊക്കെ അടിച്ച് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് ആശാനെ നമ്മൾ അടിച്ചു കയറ്റുന്നത് കേട്ടോ. വലിപ്പം കൊണ്ട് തന്നെ പാളൻ കരിമീൻ എന്നറിയപ്പെടുന്ന നല്ല സൈസിനൊത്തൊരു കരിമീനെയാണ് നമ്മളിപ്പോൾ അടിച്ചു കയറ്റിയിരിക്കുന്നത്. ഇനി നമ്മുടെ അടിയുടെ ആഘാതം എന്തെന്നാൽ അടി കിട്ടി സ്പോട്ടിൽ തന്നെ ആശാൻ അണഞ്ഞു പോയിരിക്കുവാണ്. ഇനി ഇവന്റെ സൈസിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ 2 കൈപ്പത്തി ചേർത്ത് വെച്ചാൽ ഇവന്റെ ബോഡി അതിൽ നിറഞ്ഞു നിൽക്കും. എന്തായാലും ഇന്ന് തോക്കുമായിട്ട് ഇറങ്ങിയത് തോൽക്കാനല്ല, മറിച്ച് അടിച്ച് പറത്താനാണ് കേട്ടോ.